ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നല്ലൊരു മഷ്റൂം റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, അപ്പം എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മഷ്റൂം പെപ്പറാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നല്ല എരിവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കുകയും ചെയ്യണം. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കുത്തിയരിഞ്ഞ് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സവാള അരിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ സവാള വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയുമാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ് അതും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നിങ്ങൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇതൊന്നും കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഞാനിപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കത്തിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തു. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതില്ലാതെ തയ്യാറാക്കിയാലും. ഞാനിപ്പോൾ അല്പം വലുതായിട്ടാണ് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വലിയ നന്നായിട്ട് പഴുത്ത തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അല്പം വലുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇത് വേകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കല്ലേ. കാര്യം നമ്മൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതി. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ആ തക്കാളിക്കൊക്കെ നല്ലതുപോലെ വെന്തു, ക്യാപ്സിക്കവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടമുളക് ഉണ്ടല്ലോ, അതാട്ടോ. ചില നാട്ടിലൊക്കെ ഉണ്ടമുളകെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടമുളകെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ചേർത്ത് കൊടുക്കാനായിട്ട്, അതായത് കൂണ്. ഇതിപ്പോൾ ഞാൻ അല്പം വലുതായിട്ടാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീരെ ചെറുതായിട്ട് അരിഞ്ഞാലുണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് വെന്ത് വരുമ്പോൾ കാണാൻ കിട്ടത്തില്ല. അപ്പോൾ ഒരല്പം വലുപ്പത്തിൽ അരിഞ്ഞു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ലതായിട്ട് കിട്ടും. അതുപോലെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുകൊണ്ട് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കൂണാണ് കേട്ടോ. അതായത് ഒരു 250 ഗ്രാം അളവിലേ ഉള്ളൂ, ഒത്തിരിയൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. ഈ കൂണൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണമല്ലോ. ഞാനിതിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത്. അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. ഇനി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചാറ് മതിയെങ്കിൽ, ഇങ്ങനെ ചാറോട് കൂടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ല നല്ല കുറുകിയത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയവും കൂടി നമുക്കൊന്ന് തിളപ്പിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം അടച്ചൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തുറന്ന് വെച്ച് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ മതി.
ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ഒരല്പം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ആ കുരുവൊക്കെ ഉണ്ടല്ലോ അകത്തെ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെപ്പർ കോൺ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോയാ സോസ് ഇഷ്ടമാണെങ്കിൽ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സോസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ ആണോ കഴിക്കാൻ താല്പര്യം, ചോറാണോ അതോ അപ്പമോ പൊറോട്ടയോ പൂരിയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.